കൊച്ചി സ്റ്റൈൽ ഇറച്ചിച്ചോറ് ഷടീന്ന് ഉണ്ടാക്കിയല്ലോ. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ല രീതിയിൽ വാട്ടുക കേട്ടോ. വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചമസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, വീട്ടിൽ പൊടിച്ച ഗരം മസാല, ബീഫ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ബീഫ് വേവിച്ചെടുക്കുക. പെപ്പർ പൗഡറും കൂടി ഇടണേ, അത് പറയാൻ മറന്നുപോയി. അതിനുശേഷം ബീഫ് വേവിച്ചെടുക്കുക. ബീഫ് വെന്ത ബീഫിലേക്ക് നമുക്ക് 2 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ആ ക്ലിപ്പ് മിസ്സായിപ്പോയി കണ്ടോ. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 3 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ നിങ്ങളുടെ കുക്കറിന് ഇതുപോലെ നിങ്ങൾക്ക് അരി വേവിച്ചെടുക്കാവുന്നതാണ്. 2 വിസിൽ വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് ഞാൻ മൂടിയും വെച്ചിട്ടാണ്, വിസിൽ പോയിട്ടാണ് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കാം. ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറഞ്ഞു പോയെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് ആന്റിമാരൊക്കെ പറഞ്ഞും ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. പുളിങ്കറി ഇല്ലാതെ എന്ത് ഇറച്ചിച്ചോറല്ലേ. തക്കാളി വെച്ചൊരു തട്ടിക്കൂട്ട് പുളിങ്കറി കൂടി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇറച്ചിച്ചോറ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേഗം എളുപ്പത്തിൽ കുക്കറിൽ വെക്കാനാണെങ്കിൽ ഇതുപോലെ ട്രൈ ഔട്ട് ചെയ്യാം. ബൈ.